എന്താന്ന് കൊണച്ച പ്ലാനൊന്നും അപ്പോൾ സൂക്ഷ്മദർശിനി പടം കണ്ടവർക്ക് കുറച്ചെങ്കിലും ഡൗട്ട് വരാൻ സാധ്യതയുണ്ട് കുറച്ച് കാര്യങ്ങളിലൊക്കെ. സിദ്ധാർത്ഥ് ഭരന്റെ ക്യാരക്ടർ എന്ത് ചെയ്തിട്ടായിരിക്കും ബോഡി കളഞ്ഞത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പോയിലർ ഉണ്ടാവും. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. അപ്പോൾ ഇവർ ആ ഒരു പെൺകുട്ടിയുടെ ബോഡി മൊത്തമായി എല്ല് പോലും പൊടിയിച്ച് കളഞ്ഞത് എങ്ങനെയാണെന്ന് എവിടെയും പറയുന്നില്ല. ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും സിനിമയിൽ എടുത്ത് പറയുന്നില്ല. പക്ഷേ സിദ്ധാർത്ഥ് ഭരന്റെ ക്യാരക്ടർ ഒരു സീനിലായിട്ട് അക്വറെജിയ എന്നൊരു കെമിക്കലിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ഈ ഒരു സാധനം ഗോൾഡും പ്ലാറ്റിനും ഒക്കെ ഡിസോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഈ ഒരു കെമിക്കൽ വെച്ച് തന്നെയാണ് സിദ്ധാർത്ഥ് ഭരതൻ ഡയാനയുടെ ബോഡി എല്ല് പോലും കളയുന്ന രീതിയിൽ ആക്കിയത്. സ്വന്തം ബോഡിയിലും കണ്ണിലും വീഴാതെ ഇരിക്കാൻ തന്നെയാണ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ലാബ് കോട്ടും ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. മേ ബി ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് ദിവസം വേണമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടി ടൈം വേണമെന്ന് സിദ്ധാർത്ഥ് ഭരന്റെ ക്യാരക്ടർ പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഡയാനയുടെ ലെസ്ബിയൻ ഫ്രണ്ട് നാട്ടിലെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എളുപ്പം തീർക്കണമെന്ന് ബേസിൽ സിദ്ധാർത്ഥ് ഭരന്റെ ക്യാരക്ടറോട് പറഞ്ഞു കഴിഞ്ഞ് ബാത്റൂമിൽ ചെല്ലുമ്പോൾ മൊത്തത്തിൽ അഴുകാത്ത രീതിയിൽ ടാങ്കിൽ കിടക്കുന്നുണ്ട് ഡയാനയുടെ ബോഡി. അത് കാണിക്കുന്നുണ്ട്. പിന്നെ മിക്ക ആളുകൾക്കും ഒരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഡയാന നസ്രിയയുടെ ക്യാരക്ടറിന് അയച്ച വോയിസ് മെസ്സേജ്. കാരണം ആ ഒരു ടൈമിൽ ഡയാനയുടെ ഫോൺ ബേസിലിന്റെ കയ്യിലാണ്. പിന്നെ എങ്ങനെയാണ് ഡയാന വോയിസ് മെസ്സേജ് അയക്കുന്നത്? ബേസിലിന്റെ ക്യാരക്ടർ ഫോർവേഡ് ചെയ്തതാണെങ്കിൽ അത് ഫോർവേഡഡ് എന്ന് വരില്ലേ എന്നാണ് കൂടുതൽ ആളുകളും ചോദിക്കുന്നത്. പക്ഷേ ഇതൊരു സിമ്പിൾ കാര്യമാണ്. ഡയാന വോയിസ് മെസ്സേജ് അയക്കുന്നത് ഞാനിപ്പോൾ ബിസിയാണ് എന്ന രീതിയിലുള്ള മെസ്സേജാണ്. ഡയാന പണ്ടാർക്കും അയച്ച മെസ്സേജ് ഡയാനയുടെ ഫോണിൽ തന്നെ കോപ്പി ചെയ്ത് ബേസിൽ നസീറുടെ ക്യാരക്ടറിന് അയച്ചു കൊടുത്തത് തന്നെയാണ്. സ്വന്തം മെസ്സേജ് തന്നെ വേറൊരു ഗ്രൂപ്പിലേക്കോ ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്യുമ്പോൾ ഈ ഫോർവേഡ് എന്ന സാധനം വരത്തില്ല. പിന്നെ സിനിമയിൽ പ്രിയ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു ക്യാരക്ടറെ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അതിന് ഡീറ്റെയിലിംഗ് ആയിട്ട് പ്രിയ മൈക്രോബയോളജി ആണ് പഠിച്ചതെന്ന് ഡയാനയോട് പറയുന്നുണ്ട്. മൈക്രോബയോളജി എന്ന് പറയുന്നത് ദ സ്റ്റഡി ഓഫ് എ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ്. കണ്ണിൽ കാണാൻ പറ്റാത്ത ഓർഗാനിസംസിനെ മൈക്രോസ്കോപ്പിലൂടെ കണ്ടുപിടിക്കുന്നതാണ്. അത്രയും സൂക്ഷ്മമായി ചെയ്യേണ്ട ജോലിയാണ് പ്രിയ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആയിരിക്കാം എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ബാക്കിയൊക്കെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.